25 ലക്ഷം രൂപയോളം ശമ്പളമുള്ള ഒരാൾ ഈ അടുത്ത് തന്നെ കാണാനായിട്ട് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. ഒരു രൂപ പോലും സേവിങ്സ് ഇല്ല, 10 ലക്ഷം രൂപ കടവുണ്ട്. 25 ലക്ഷം രൂപയൊക്കെ ശമ്പളം കിട്ടുന്ന ഒരാൾ എങ്ങനെ ഇത്രയും വലിയൊരു കുഴപ്പത്തിലേക്ക് പോയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുകയും അത്തരം തെറ്റുകൾ എങ്ങനെ ചെയ്യാതിരിക്കണം, ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കണമെന്നറിയുന്നതിനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് അവസാനം വരെ കാണാം. ഡൽഹിയിലെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനാണ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുള്ള ആൾ. അദ്ദേഹത്തിന് 31 വയസ്സാണ്. 25 ലക്ഷം രൂപയാണ് മാസ ശമ്പളം. അതായത് ടാക്സ് എല്ലാം കഴിച്ച് ഏകദേശം 1.25 ലക്ഷം രൂപ ഓരോ മാസവും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ്. ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നത് ഫ്രീ ആണ്. അതുപോലെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതിനായിട്ട് കാർ സംവിധാനങ്ങൾ അവൈലബിൾ ആണ്. താമസം സെൻട്രൽ ഗവൺമെന്റ് ക്വാർട്ടേഴ്സിലാണ്. ചികിത്സ ഫ്രീ ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇദ്ദേഹം 10 ലക്ഷം രൂപ കടക്കാരനാണ്. എന്തവസ്ഥ അല്ലേ? നിങ്ങളിൽ ഒരു 99% പേരും ഇത്തരം ഒരു ഡ്രീം ലൈഫ് കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ഉഷാറായി എന്ന് കരുതുന്നവരാണ്. പക്ഷേ ചിലരങ്ങനെയല്ല. എത്ര രൂപ ശമ്പളം ഉണ്ടായാലും വരുമാനം ഉണ്ടായാലും അതിൽ നിന്ന് ഒരു രൂപ പോലും ഭാവിയിലേക്ക് മാറ്റി വയ്ക്കാനോ സേവ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ പറ്റാത്ത ആളുകളായിരിക്കും. അത്തരം ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുണ്ടെങ്കിൽ കടങ്ങളിലേക്ക് പോയി പെടാതിരിക്കുക എന്നുള്ളത്. ജോലി കിട്ടിയിട്ട് 5-6 കൊല്ലമായി എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു രൂപ പോലും സേവ് ചെയ്യാനോ ഇതിനോ സാധിച്ചില്ല. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു 10 ലക്ഷം രൂപ പേഴ്സണൽ ലോൺ എടുക്കേണ്ടതായിട്ടും വന്നു. ഇത്തരം ഒരു സിറ്റുവേഷനിൽ എന്നെ കാണാമെന്ന ഒരാൾക്ക് ഞാൻ കൊടുത്ത ഉപദേശങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾ മൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 വീഡിയോകൾ അവസാനം പറയുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫർമേഷനുകൾ നിങ്ങൾക്ക് കിട്ടും. ഇദ്ദേഹത്തിൻ്റെ വരുമാനം 1.25 ലക്ഷം രൂപയാണ്. പക്ഷേ എക്സ്പെൻസ് എത്രയാണെന്നുള്ള അറിയില്ല. മാസം 1.25 ലക്ഷം രൂപ 1-ാം തീയതി തന്നെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുമെന്ന് അറിയുന്നുണ്ട്. പക്ഷേ മാസാവസാനം ഒരു 25-26 ഒക്കെ ആകുമ്പോൾ ഒരു രൂപ പോലും അക്കൗണ്ടിൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്നെ കാണാൻ വന്നത് മുതലുള്ള അന്ന് മുതൽ നമ്മൾ ഓരോ രൂപയും എന്ത് കാര്യത്തിന് വേണ്ടി ചിലവാക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെക്കാനായിട്ട് പറഞ്ഞു. അതുപോലെ തൊട്ടടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ അടുത്ത മാസം ഓരോ കാര്യത്തിനും എത്ര രൂപ വെച്ച് ചിലവാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്നുള്ളതും കൂടെ മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് പറഞ്ഞു. 1.25 ലക്ഷം രൂപ കിട്ടുന്നതിൽ നിന്ന് ഒരു 1.5 ലക്ഷം രൂപ ചിലവാക്കുന്നതിനുള്ള ഐറ്റം വൈസായിട്ട് ചിലവാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് എഴുതി വെക്കാനും പറഞ്ഞു. ഇതിനാണ് എന്താ പറയുക, ഫാമിലി ബഡ്ജറ്റ് അല്ലെങ്കിൽ മന്ത്ലി ബഡ്ജറ്റ് എന്ന് പറയും. ഗ്രോസറി വാങ്ങാൻ 5000, ട്രിപ്പുകൾ പോകാൻ 25,000, അല്ലെങ്കിൽ പെട്രോൾ അടിക്കാൻ 5000, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു കണക്കുണ്ടാക്കുക. ഈ കണക്കുണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ പകുതി നമ്മൾ ജയിച്ചു. നമ്മൾ ഓരോ കാര്യത്തിനും എന്തുമാത്രം എമൗണ്ട് ചിലവാക്കണം, ആ എമൗണ്ടിനുള്ളിൽ നമ്മളുടെ ചിലവുകൾ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യുക. ഈ 2 കാര്യങ്ങൾ ബഡ്ജറ്റ് ഉണ്ടാക്കുകയും നമ്മളുടെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും എത്ര ചെറിയ വരുമാനമുള്ള ആളാണെന്നുണ്ടെങ്കിലും ഒരു 10% അല്ലെങ്കിൽ 20% പണം നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ 1 ലക്ഷം രൂപ മാസ ശമ്പളമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഓരോ കാര്യത്തിന് എത്ര രൂപ നിങ്ങൾക്ക് ചിലവാക്കാം എന്നുള്ളത് നിങ്ങൾ എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരാൾക്ക് 10,000 രൂപ എന്തു വന്നാലും സേവ് ചെയ്യാൻ പറ്റും. ഒരു സാധാരണക്കാരന് 20,000 25,000 സേവ് ചെയ്യാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ അത്രയും സ്പ്ലർജ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അത് മിക്കവാറും ആളുകൾ അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെയുള്ള ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവില്ല. അദ്ദേഹത്തോട് പറഞ്ഞത് ബഡ്ജറ്റ് ഉണ്ടാക്കുക, അത് എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പേഴ്സണൽ ലോൺ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള 14% ഇൻട്രസ്റ്റ് റേറ്റിലാണ്. 14% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4-5 വർഷം അടച്ചു കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കേണ്ട തുകയുടെ ഇരട്ടി നമ്മൾ പലിശയായിട്ട് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. അത്തരം ലോണുകൾ എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ക്ലോസ് ചെയ്യാനായിട്ട് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ആഭരണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പണയം വെച്ച് ഒരു ഗോൾഡ് ലോൺ എടുത്ത് അത് ഇമ്മീഡിയറ്റ്ലി ക്ലോസ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ച് എക്സ്ട്രാ അടയ്ക്കുന്നതിന് പ്രീപേയ്മെൻ്റ് ആയിട്ട് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അല്ലെങ്കിൽ ഈ 14% ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കുറവുള്ള ഒരു ബാങ്കിലോ ധനകാര്യ സ്ഥാപനത്തിലോ ഈ ലോണിനെ ടേക്ക് ഓവർ ചെയ്യിപ്പിക്കാതെ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും, ഏത് ഓപ്ഷൻ ആയിരിക്കും നല്ലത് എന്ന് നിങ്ങളുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് ഉണ്ടാക്കി, പേഴ്സണൽ ലോണിൻ്റെ കാര്യത്തിൽ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി. അടുത്തായിട്ട് ചെയ്യാൻ പറഞ്ഞത് എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാക്കാനായിട്ടാണ്. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതായത് ഇദ്ദേഹത്തിന് ഒരു മാസം 1 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ടെങ്കിൽ ഒരു 3 ലക്ഷം രൂപയുടെയെങ്കിലും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റോ മറ്റെന്തെങ്കിലും സേവിങ്സോ നമ്മൾ ചെന്നെടുക്കാത്ത എന്തെങ്കിലും ഒരു സേവിങ്സോ ഇൻവെസ്റ്റ്മെൻറ്റോ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ബാങ്കിൽ ഒരു 3 ലക്ഷം രൂപയുടെ
ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് വീണ്ടും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് അദ്ദേഹത്തിന് എമർജൻസി ഫണ്ട് 3 മാസത്തെ ആവശ്യങ്ങൾക്കായിട്ടുള്ള തുക ഈ 3 ലക്ഷം രൂപയുടെ ഇനത്തിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ്. അദ്ദേഹത്തിന് അദ്ദേഹം അറിയാതെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എക്സ്പെക്ട് ചെയ്യാത്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വഴി കൂടുതൽ പണം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പേഴ്സണൽ ലോൺ എടുക്കാൻ പോകണ്ട, ഗോൾഡ് ലോൺ എടുക്കാൻ പോകണ്ട, എന്താണ് ചെയ്യേണ്ടത്? ഈ എമർജൻസി ഫണ്ടിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ലോണിൻ്റെ ട്രാപ്പിലേക്കൊന്നും പോവാതിരിക്കാനുള്ള സംവിധാനമാണ് ഈ എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ട് നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ എന്ത് വന്നാലും നിങ്ങൾ എമർജൻസി ഫണ്ട് നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്കും അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. സാധാരണ ആളുകളോട് ഇതിൻ്റെ കൂടെ പറഞ്ഞു കൊടുക്കുന്ന ഇൻഷുറൻസുകൾ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹത്തിന് നല്ലൊരു ലൈഫ് കവർ ഗവൺമെൻറ് തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് അടക്കം മെഡിക്കൽ കവറേജും കൊടുക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഇത്തരം ഒരാൾക്ക് ഒരു അഡീഷണൽ ആയിട്ടുള്ള മെഡിക്കൽ കവറേജോ അല്ലെങ്കിൽ ടേം ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ അത് എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത് ഈ 10 ലക്ഷം രൂപ കടം ഉള്ള സംവിധാനം അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അതായത് റിട്ടയർമെൻറ്റ് ഗോള്, അദ്ദേഹത്തിൻ്റെ കിഡ്സ് എഡ്യൂക്കേഷൻ ഗോള്, അതുപോലെ അദ്ദേഹത്തിന് 2 വർഷമൊക്കെ കൂടുമ്പോൾ ഒരു ട്രിപ്പ് പോകുന്നതിനായിട്ടുള്ള ഗോള്, അത്തരം ആവശ്യങ്ങൾക്കായിട്ടുള്ള ഫണ്ടുകൾ കണ്ടെത്തുന്നതിനായിട്ട് ഡിഫറെൻറ്റ് ഫണ്ടുകൾക്ക് ഡിഫറെൻറ്റ് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റിട്ടയർമെൻറ്റ് ആവശ്യത്തിനായിട്ട് അദ്ദേഹം ഒരു 20-25 വർഷത്തിന് ശേഷമാണ് റിട്ടയർ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ച് റിസ്ക് കൂടുതലുള്ള സ്മോൾ ക്യാപ് ഫണ്ടുകളോ മിഡ് ക്യാപ് ഫണ്ടുകളോ ഉപയോഗിച്ചുള്ള മ്യൂച്വൽ ഫണ്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സങ്കല്പിക്കാം. അതേപോലെ തന്നെ അദ്ദേഹത്തിന് NPS രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നുള്ളത് കൊണ്ട് തന്നെ NPSൽ 50% ഡെപ്റ്റ്, 50% ഇക്വിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാം. അതിന് പുറമെയാണ് ആ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യാനും ആയിട്ട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിനായിട്ട് അദ്ദേഹത്തിന് കൺസിഡർ ചെയ്യാം. അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ സുകന്യ സമൃദ്ധി യോജന എന്ന് പറഞ്ഞിട്ട് വളരെ മികച്ച ഒരു സ്കീം പോസ്റ്റ് ഓഫീസുകളിലും ബാങ്കുകളിലും ഉണ്ട്. 8.2% ആനുവൽ കോമ്പൗണ്ടിങ്ങോടുകൂടി വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. അത് അദ്ദേഹത്തിൻ്റെ മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൺസിഡർ ചെയ്യാം. അതോടൊപ്പം തന്നെ 1-2 മ്യൂച്വൽ ഫണ്ടുകൾ ഒരു ലാർജ് ആൻഡ് മിഡ് ക്യാപ് രൂപത്തിലോ അല്ലെങ്കിൽ ഒരു മൾട്ടി ക്യാപ് രൂപത്തിലോ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ നടത്താം. ഇനി ട്രിപ്പുകൾ പോകുന്നതിന് ഓരോ 2 വർഷം കൂടുമ്പോഴും പൈസ കണ്ടുപിടിക്കുന്നതിനായിട്ട് അദ്ദേഹത്തിന് ഒരു ലാർജ് ക്യാപ് ഇൻഡെക്സ് ഫണ്ടിലും ഒരു ഹൈബ്രിഡ് ഫണ്ടിലുമായിട്ട് കുറേശ്ശെ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ പണം ഒരു നിശ്ചിത തുക എത്തുമ്പോൾ അതെടുത്തുകൊണ്ട് ട്രിപ്പ് പോകുന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്ലാൻ ചെയ്യാം. ഇങ്ങനെ 10 ലക്ഷം രൂപ കടത്തിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ടുള്ള ഗോളുകൾ കണ്ടുപിടിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ കുറേ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു, കുറേ സേവ് ചെയ്തു എന്നുള്ളതല്ല. നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മളുടെ ആവശ്യങ്ങളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കും എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഒന്ന് ബഡ്ജറ്റ് ഉണ്ടാക്കുക, ബഡ്ജറ്റ് ട്രാക്ക് ചെയ്യുക, എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക, വലിയ ലോണുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇൻഷുറൻസ് ആവശ്യം വേണ്ട ആളുകളാണെങ്കിൽ ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഓരോരുത്തരുടെയും ഗോളുകൾക്കനുസരിച്ചുള്ള സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ കണ്ടെത്തുകയും അതിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുകയും ചെയ്യുക. ഇതാണ് പേഴ്സണൽ ഫിനാൻസിൻ്റെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലാതെ ഒരു റോക്കറ്റ് സയൻസും അല്ല പേഴ്സണൽ ഫിനാൻസ്. നിങ്ങൾക്ക് ഇതിന് പറ്റിയിട്ട് എന്തെങ്കിലും ഒരു സംശയമുണ്ട്, നിങ്ങൾക്ക് അതുപോലെ ഒരു ഡയറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 വീഡിയോകളാണ് അവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.